ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. ഇന്ന് ഉത്രാടാണ്. അപ്പോൾ ഉത്രാടത്തിന് നമ്മൊരു സ്പെഷ്യൽ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മ പൈനാപ്പിൾ പച്ചടി കിട്ടാ. നമ്മളെ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിനി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമെന്ന്. പച്ചടിയും കിച്ചടിയെല്ലാം വേറെ വേറെ ഉണ്ട്. എന്താന്ന് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. വേവിച്ചതാന്ന് നമ്മ പച്ചടിയല്ല വേവിച്ചത് കിച്ചടിയാ എന്നാ പറയല്. ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് നമ്മ വേവിച്ചാക്കുന്നതിനാ പച്ചടി പറയും, വേവിക്കാണ്ടാക്കുന്നതിനാ പെരക്കെന്നാ പറയല്. പക്ഷെ സത്യത്തിൽ നമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് ആ രീതിയിലാന്ന് പറയുന്നതെങ്കിൽ പെരക്കാന്ന് ഇന്നുണ്ടാക്കുന്നത്. പക്ഷെ പൈനാപ്പിൾ പച്ചടി എന്ന് പറയും പറയല്. അപ്പൊ അതെ, നല്ല സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓണത്തിനെല്ലാം രാവിലെ വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റും. അതെ, ആ രീതിയിൽ തന്നെയാണ് കേട്ടോ. മാങ്ങാപ്പെരക്കുവാക്കല്, മാങ്ങാപ്പെരക്കിന്റെ റെസിപ്പി കാണിക്കുമെന്നും ചോദിച്ചിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ലൊരു വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം, പിന്നെ മുന്തിരി, കറുത്ത മുന്തിരി എടുത്തിന്, പിന്നെ ചെറി എടുത്തിട്ടുണ്ട്, പിന്നെ ഈത്തപ്പഴം, പിന്നെ തേങ്ങയും വേണം, ആട്ടുവറങ്കി, വറ്റൽമുളക്. ഇത് ചുട്ട വറ്റൽമുളകാണ് കേട്ടാ, ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ പച്ചമുന്തിരി ആയാലും മതിയല്ലേ? ഫ്രൂട്ട്സ് എത്ര കിട്ടുമെങ്കിലും നമുക്ക് ഇല്ലതെല്ലാം ചേർക്കാം കേട്ടാ. നാരങ്ങ ഒന്നും ചേർക്കില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെയില്ലേ മറ്റേ ഇങ്ങനെയില്ലേ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം. പിന്നെ ഇത് ഇത്രയും കൊണ്ട് നമ്മളിപ്പം ഉണ്ടാക്കുന്നല്ലേ? അതെ. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഇതെല്ലാം ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ ഒരു നീളത്തിലെ പീസാണ് ആക്കിയെടുക്കേണ്ടത് പൈനാപ്പിള്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ പൈനാപ്പിളെല്ലാം ഇതാ നീളത്തിലെ പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നേന്ത്രപ്പഴം ഇടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പകുതി എടുത്തിട്ടുണ്ട്. എന്തായാലും ഫ്രൂട്ട്സ് കുറച്ച് ഉണ്ടാവട്ടെ, നല്ല ഹെൽത്തി ആയിക്കോട്ടെ ഓണായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് റെഡിയായി. ഇനി അടുത്തത് വെച്ചാൽ തേങ്ങയും നമ്മളെ ചുട്ട വറ്റൽമുളകും കൂടി ഒന്ന് അരച്ചെടുക്കണം. നമ്മളെ വാട്ടുവരങ്കി ബാക്കിയുള്ളവരെ വറ്റൽമുളക് അല്ലേ. അപ്പോൾ ഒരു തേങ്ങേൻ്റെ പകുതിയാന്ന് എടുത്തിട്ടില്ലേ, അതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 വാട്ടുവരങ്കി എടുത്തിട്ടുണ്ട്, ചുട്ടിട്ടുണ്ട് കേട്ടാ. അടുപ്പിലിട്ട് ചുട്ട. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും വറ്റൽമുളകും ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നമ്മൾ ഇതാ ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരപ്പലം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ ഇതുപോലെ കട്ടിയിൽ വേണം അരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കൂല അല്ലമ്മേ. ഈ തന്നെ വെള്ളം ചെറുങ്ങനെ ഫ്രൂട്ട്സ് നിന്നെല്ലാം കുറച്ച് വെള്ളം ഇറങ്ങും, പൈനാപ്പിളിൽ നിന്ന് ഇന്നെല്ലാം. അത് ഉപ്പിടുമ്പോൾ വെള്ളം ഇറങ്ങും കുറച്ച്. അപ്പോൾ ഇതാ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണ്ടായിനി, അപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. പച്ചമുന്തിരി ഉണ്ടെങ്കിൽ പച്ചമുന്തിരി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. ചെറി ഇടലുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ നമ്മളിവിടെയെല്ലാം കല്യാണ സദ്യക്ക് ഇതുണ്ടാവുമല്ലോ അമ്മ. പുളിയിഞ്ചി അച്ചാറും ഇതും ആദ്യം വിളമ്പും, അതിന് ശേഷമാണ് ബാക്കിയിലെല്ലാം വിളമ്പാൻ തുടങ്ങുക. ഉപ്പേരിയും നല്ല കളർഫുള്ളായി ഇപ്പോൾ. ആ ഇടാ. ഇനിതാ കുറച്ച് ഈന്തപ്പഴം കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഈത്തപ്പഴം അല്ലേ? അപ്പം ഇതും കൂടെ ഇടാം. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. ഈത്തപ്പഴം ഇടണം നിർബന്ധമൊന്നുമില്ല അല്ലേ അമ്മ? ഉണ്ടെങ്കിൽ ഇട്ടാൽ പച്ചമുന്തിരി ആണെങ്കിൽ അത് മതി. പിന്നെ വേവിച്ചിട്ട് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. തൈര് കൂട്ടിയിട്ട് ആക്കുന്നവരും ഉണ്ട്.
വേവിച്ചിട്ടാക്കുന്നെങ്കിൽ പിന്നെ ഈ നമ്മളെ പൈനാപ്പിൾ കുറച്ച് ഉപ്പിട്ടിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങ വെറുതെ, അല്ലെങ്കിൽ വേണമെങ്കിൽ 1-2 പച്ചമുളക് ചേർക്കുക, അതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ച് ചേർക്കുക. എന്നിട്ട് കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് ആക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലും ആക്കാം കേട്ടോ. ഇടുന്നവർക്ക് വറുത്തിട്ട് കൊടുക്കുക, ഇല്ല എങ്കിൽ വറുത്തിട്ട് കൊടുത്തില്ലെങ്കിൽ സാരില്ല. അങ്ങനെയാണ് വേവിച്ചിട്ട് ആക്കുമ്പോൾ ആക്കല്. പല രീതിയിലും കാണുന്നുണ്ട്, പക്ഷെ നമ്മളെ വീടെല്ലാം സദ്യക്കെല്ലാം എന്താ ഈ രീതിയിലാണ് പൈനാപ്പിൾ ഉണ്ടാവല്. ഇതാദ്യം ഇങ്ങനെ വിളമ്പിയിട്ട് പോകും. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ടേ. ഇത്രേ പണിയില്ലൂ, ഒരു പണിയുമില്ല. ഇത് മുറിച്ചെടുക്കുന്ന ഒരു പണിയും തേങ്ങ ചെറിയ അരക്കേണ്ട ഒരു പണിയുള്ളൂ. മറ്റേ പിന്നെ എല്ലാം എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വേഗം ഉണ്ടാക്കിക്കോ. നാളെ തന്നെ നമ്മ ഇത് ഇന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് നാളെ എടുക്കും. ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആക്കിയതാണ് കേട്ടാ. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ജി. സൂപ്പർ. അപ്പം നമ്മളെ പൈനാപ്പിൾ പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണൂർ സ്പെഷ്യൽ സദ്യ സ്റ്റൈൽ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇതാണ് കേട്ടാ പച്ചടി. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ പോക്കൊണ്ട് പൂജ കിട്ടുന്നില്ലല്ലോ. കൊണ്ടുപോണ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി. അമ്മ അതിന് ടേസ്റ്റ് നോക്കിട്ടാ. ആപ്പിളും പഴം നമ്മ വെച്ചു ഇടണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അരക്കഷ്ണേ കിട്ടും. പക്ഷെ പഴം കടിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ആപ്പിളിന്റെ പീസും പിന്നെ ഈത്തപ്പഴത്തിന്റെ പീസും കിട്ടിയിട്ട് നല്ല രസം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇടയിലെ സദ്യക്ക് ഇതുപോലെയാണ് ഉണ്ടാവല്. ഇടയിൽ ആദ്യം അച്ചാറും ഇതെല്ലാം വളർന്നും, ഉപ്പേരിയെല്ലാം, അതിന് ശേഷമാണ് ചോറും കറിയും അതെല്ലാം വളർന്നല്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആണ്. ചോറ് സദ്യന്റെ കൂടെ അല്ല, നമുക്ക് വെറുതെ വേണമെങ്കിൽ ഇടയ്ക്കിടങ്ങനെ ആക്കിയിട്ട് വെറുതെ കഴിക്കാം അല്ലേ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം നേരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ലോകമെല്ലാം കളിക്കാനെല്ലാം പോയിട്ട് ഇവിടെല്ലാം നാട്ടിലെല്ലാം ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളെല്ലാം ആണ്. ആദ്യം ഫ്രണ്ട്സിന്റെ ഒപ്പം ഓണാഘോഷ പരിപാടിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മളിവിടെ ഓണാഘോഷ പരിപാടി ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വാൻസലില്. അതിന്റെ പ്രാക്ടീസ് എല്ലാം വാൻസലിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ലോകം അങ്ങോട്ടെല്ലാം പോയിട്ടായില്ല, അതുകൊണ്ടാണ് മക്കളെ കാണാത്തേട്ടാ. അപ്പൊ നമ്മളെല്ലാരും കുടുംബത്തിന്റെ എല്ലാരും മൊത്തം വക എല്ലാവർക്കും ഹാപ്പി ഓണം. പറഞ്ഞ ഹാപ്പി ഓണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.